ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഒരു യാത്ര പറച്ചിൽ വീഡിയോ എന്ന് പറയാം. ഒരു 3 months ആയിട്ട് ഞങ്ങൾ കണ്ണൂരായിരുന്നു, ആൻസൂട്ടിൻ്റെയും ഹെനിയാമോളുടെയും മമ്മിയുടെ വീട്ടിൽ. അപ്പോൾ അവിടുത്തെ അംഗൻവാടിയിലായിരുന്നു ഒരു 2 months ആയിട്ട് അവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടുത്തെ ഫ്രണ്ട്സിനോടും ടീച്ചറിനോടും ഒക്കെ യാത്ര പറഞ്ഞു വരാനുള്ള വിഷമത്തിലിരിക്കുകയാണ്. അപ്പം ഇവരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകാനുള്ള പാക്കിങ്ങിൻ്റെ തിരക്കിലാണ് ആൻസൂട്ടിനെ ഹെനിയാമോളും. ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തപ്പോൾ ആൻസൂട്ടിനെ ഹെനിയാമോളും അംഗൻവാടിയിലേക്ക് പോകാൻ ടാറ്റയൊക്കെ പറഞ്ഞ് പപ്പയും മക്കളും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഇത് കണ്ണൂർ ജില്ലയിൽ നടുവിൽ ഗ്രാമപഞ്ചായത്ത് അണ്ടറിൽ മണ്ഡലത്ത് ചേറ്റടി അംഗൻവാടിയാണ്. അപ്പോൾ ആൻസൂട്ടിനും ഹെനിയാമോൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറും ഹെൽപ്പറും വിജയ ആൻറ്റിയും ലത ടീച്ചറും ഉണ്ട്. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ആൻസൂട്ടിനും ഹെനിയാമോളും അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ലത ടീച്ചറും വിജയ ആൻറ്റിയും. കൂട്ടുകാരൊക്കെ കാത്തിരിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇവർ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം എന്നും വീട്ടിൽ വന്നിട്ട് ഓരോരുത്തരുടെയും കഥകൾ പറയാനേ രണ്ടുപേർക്കും സമയം ഉണ്ടായിരുന്നുള്ളൂ. എന്താണെങ്കിലും അവരെയൊക്കെ വിട്ട് പിരിഞ്ഞു പോരുമ്പം ഒരു വിഷമമുണ്ട്. അപ്പോൾ ഈ 2 മാസം സൂപ്പർ കിഡ്സിനെ പൊന്നുപോലെ നോക്കിയ ലത ടീച്ചറിനും വിജയ ആൻറ്റിക്കും അവരുടെ ഫ്രണ്ട്സിന് ഒരു ചെറിയ ഗിഫ്റ്റ് സ്വീറ്റ്സൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് അത്ര നല്ലതല്ലല്ലോ കുട്ടികൾക്ക്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കിയത്. അംഗൻവാടിയിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഹെനിയാമോൾക്ക് ഒരു ചെറിയ മൂഡ് ചേഞ്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആൻസൂട്ടൻ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഹെനിയാമോൾ കസേരയിൽ കയറിയിരുന്ന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ 2 months. അവർ ഒരുപാട് പാട്ടുകളും കഥകളും ഒക്കെ ഉള്ളത് ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചെടുത്തിട്ടുണ്ട്. ഹെനിയാമോളാണെങ്കിൽ കുറേ ലെറ്റേഴ്സൊക്കെ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടീച്ചറിൻ്റെയും വിജയ ആൻറ്റിയുടെയും കെയറിങ്ങും സ്നേഹമൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് ഇനി മിസ് ചെയ്യും. അവർക്കും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ കഥകളൊക്കെ പറയാനുള്ളൂ. ലത ടീച്ചറിൻ്റെ പാട്ടുകളും കഞ്ഞി കൊടുക്കുന്ന കഥയും കളിപ്പിക്കുന്ന പാട്ടുകളും ഒക്കെ പറയാനുള്ളൂ. അപ്പം ഇനി ഒരുപാട് മിസ് ചെയ്യാൻ പോവാണ് അതൊക്കെ. അപ്പോൾ ലത ടീച്ചറിനും വിജയ ആൻറ്റിക്കും ഒരുപാട് നന്ദി. ഈ 2 മാസം സൂപ്പർ കിഡ്സിനെ നല്ല പൊന്നുപോലെ കെയർ ചെയ്തതിന് കൊടുത്ത സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. അങ്ങനെ എല്ലാവരും ഇപ്പോൾ കിട്ടിയ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. എന്തൊക്കെയാണ് ഗിഫ്റ്റൊക്കെ കിട്ടിയിരിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കുവാണ് കേട്ടോ. തീർച്ചയായിട്ടും ആൻസൂട്ടിനും ഹെനിയാമോൾക്കും ഈ ഫ്രണ്ട്സിനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യും. കാരണം ആദ്യമായി അവരുടെ മനസ്സിൽ പതിഞ്ഞ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ ഇവരുടേതാണ്. അപ്പോൾ ഇനി ഒരുപാട് മിസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ കണ്ണൂർ അംഗൻവാടിയുടെ ഓർമ്മയ്ക്കായിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് തീരുമാനിച്ചു. ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് സൂപ്പർ കിഡ്സ് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ തിരിച്ച്. ലത ടീച്ചറിനും വിജയ ആൻറ്റിയൊക്കെ ടാറ്റയൊക്കെ കൊടുത്ത് ഫ്രണ്ട്സിനോടൊക്കെ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇനി വരുമ്പോൾ എല്ലാവരെയും കാണാമെന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് ആൻസൂട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഇനി വീണ്ടും കണ്ണൂർ അംഗൻവാടി വരുമ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി മീറ്റ് ചെയ്യാം.
അപ്പോൾ ഇത്രയും നാളും നമ്മൾ ഹെനിയാമോൾ ആൻസൂറിന് അംഗൻവാടി പോകുമ്പം വഴിയിൽ നിന്ന് പേരയ്ക്കയും മാങ്ങയും ചാമ്പങ്ങയൊക്കെ പറിച്ചുകൊണ്ടായിരുന്നു വരവും പോക്കും ഒക്കെ. അപ്പം അതൊക്കെ ഇനി ഒരു ഓർമ്മകൾ മാത്രം. അപ്പോൾ സൂപ്പർ കിഡ്സിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.